നിയമസഭയിൽ ചീഫ് മാർഷലിനെ മർദ്ദിച്ചതിന് 3 പ്രതിപക്ഷ അംഗങ്ങൾക്ക് സസ്പെൻഷൻ. റോജി എം ജോൺ, സനീഷ് കുമാർ ജോസഫ്, എം വിൻസെന്റ് എന്നിവർക്കാണ് സസ്പെൻഷൻ. വിജിൻ വായന്നോട് വിവരങ്ങൾ നൽകും. വിജിൻ, ചീഫ് മാർഷലിന് പരിക്കേറ്റതായുള്ള വിവരങ്ങൾ വന്നിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്താണ് നടപടിയുടെ വിശദാംശങ്ങൾ? ജിൽസി, ചീഫ് മാർഷൽ ഷിബുവിന് പരിക്കേറ്റു. അതുമായി ബന്ധപ്പെട്ട സർജറിക്ക് വിധേയനാകാനുള്ള നിർദ്ദേശം ഡോക്ടർമാർ നൽകി. അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ഉണ്ടായ സംഘർഷത്തിന്റെ പേരിലാണ് നിലവിൽ ഇപ്പോൾ 3 UDF MLA-മാരെ സസ്പെൻഡ് ചെയ്തുള്ള തീരുമാനം. സസ്പെൻഡ് ചെയ്യാനുള്ള പ്രമേയം മന്ത്രി MP രാജേഷ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഇത് സ്പീക്കറുടെ അനുമതിയോടെ സഭ പാസാക്കുകയായിരുന്നു. റോജി എം ജോൺ, ഒപ്പം തന്നെ എം വിൻസെന്റ്, സനീഷ് കുമാർ ജോസഫ് എന്നിവരെയാണ് നിലവിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ സമ്മേളന കാലാവധിയിലാണ് സസ്പെൻഷൻ ഉണ്ടാവുക. അത്രയും കാലാവധിയാണ് സസ്പെൻഷൻ ആയി ഇപ്പോൾ പ്രമേയത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രിക്കെതിരെ പാഞ്ഞെടുത്തു. ഒപ്പം തന്നെ സഭയിലെ ബെല്ലുകൾ തുടർച്ചയായി അനുമതിയില്ലാതെ മുഴക്കി. ഒപ്പം ചെയറിന് മുകളിലേക്ക്, സ്പീക്കറുടെ ചെയറിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചു. വാച്ച് ആൻഡ് വാർഡുമാരെ ആക്രമിച്ചു. വനിതാ വാച്ച് ആൻഡ് വാർഡുമാരെ പോലും ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ സഭ തുടർച്ചയായി തടസ്സപ്പെടുത്തുകയും സഭയുടെ അന്തസ്സിന് മാനിക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിലവിൽ ഇപ്പോൾ MP രാജേഷ് പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 4 ദിവസമായി വലിയ പ്രതിഷേധമാണ് സഭയ്ക്കകത്ത് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നത്. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരവേള ഉൾപ്പെടെ തടസ്സപ്പെടുത്തുന്ന പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിലാണ് ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് നിയമസഭ കടന്നിരിക്കുന്നത്. മന്ത്രി MP രാജേഷ് അവതരിപ്പിച്ച പ്രമേയത്തിൽ കൃത്യമായി പറയുന്നു, മുഖ്യമന്ത്രിയെ ആക്രമിക്കാനായി തുനിഞ്ഞ് അങ്ങോട്ടെത്തി. പ്രതിപക്ഷ ഈ 3 MLA-മാർ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ ഈ സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചു. അതായത് വിജിൻ, ഇന്നത്തെ സംഭവ വികാസങ്ങൾ മാത്രമല്ല, കഴിഞ്ഞ 3 ദിവസത്തെ സംഭവ വികാസങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇവരുടെ സസ്പെൻഷൻ. തീർച്ചയായും അങ്ങനെ തന്നെയാണ് ജിൽസി. അതായത് ഇന്ന് ചീഫ് മാർഷൽ ഷിബുവിന് മർദ്ദനമേൽക്കുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ പൊട്ടലുണ്ടാവുകയും ചെയ്തു. അതിനുശേഷം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും സർജറിക്ക് വിധേയനാകാൻ നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് MP രാജേഷ് സസ്പെൻഡ് ചെയ്യാനുള്ള പ്രമേയം അവതരിപ്പിച്ചപ്പോൾ വ്യക്തമാക്കുന്നത്, കഴിഞ്ഞ 3-4 ദിവസമായി തുറന്നുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭയുടെ മര്യാദകളെല്ലാം ലംഘിക്കുന്ന നിലയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ തുനിഞ്ഞ് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഓടിയെത്തി. ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങളിൽ ഉണ്ടായ മുഴുവൻ കാര്യങ്ങളും വെച്ചാണ് ഈ 3 MLA-മാരെ സസ്പെൻഡ് ചെയ്യാനുള്ള പ്രമേയം നിലവിൽ ഇപ്പോൾ അവതരിപ്പിച്ചത്. അല്പസമയം മുമ്പ് മന്ത്രി MP രാജേഷാണ് പ്രമേയം അവതരിപ്പിച്ചത്. ആ MP രാജേഷ് പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സഭാ സമ്മേളന കാലയളവിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ അക്രമ സംഭവങ്ങളും സഭയിലെ അനിഷ്ട സംഭവങ്ങളും ഒക്കെ പരിഗണിച്ചാണ് സസ്പെൻഷൻ എന്നുള്ളതാണ് ഇപ്പോൾ MP രാജേഷ് അവതരിപ്പിച്ച പ്രമേയത്തിൽ വ്യക്തമാക്കുന്നത്. അതിന് ഒപ്പമാണ് നിലവിൽ ഈ ഷിബു ചീഫ് മാർഷലിന് അക്രമം ഉണ്ടായതും ഒപ്പം തന്നെ അദ്ദേഹത്തെ ആക്രമിക്കുകയും കൈയൊടിക്കുകയും ചെയ്തു എന്നുള്ള കാരണം കൂടി വ്യക്തമാക്കുന്നത്. പരിക്കേറ്റ സംഭവത്തിലും ഈ 3 MLA-മാർ തന്നെയായിരുന്നു സമയത്തുണ്ടായിരുന്നത്. ജിൽസി, ഇതിൽ പ്രതിപക്ഷ MLA-മാർ എല്ലാവരും വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. പലതരത്തിലുള്ള പ്രകോപനങ്ങൾ പലതവണയായി ഉണ്ടായി. ഈ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ ബാനർ ഉയർത്തരുത് എന്നുള്ള ആവശ്യം സ്പീക്കർ മുന്നോട്ട് വെക്കുകയും ഒപ്പം തന്നെ ഡയസിന് ചുറ്റും ഈ വാച്ച് ആൻഡ് വാർഡുമാരെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വനിതാ വാച്ച് ആൻഡ് വാർഡുമാരും ഒപ്പം തന്നെ പുരുഷ വാച്ച് ആൻഡ് വാർഡുമാരുമാണ് ഉണ്ടായിരുന്നത്. അവരുമായി പലതവണ സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം ആ പ്രതിഷേധത്തിൽ ഒക്കെ പങ്കെടുത്തവരാണ്. ബാനറും ഫ്ലക്സും ഒക്കെ ഉയർത്തിയുള്ള പ്രതിഷേധമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതിനിടയിൽ നടന്ന അനിഷ്ട സംഭവങ്ങൾക്കിടയിലാണ് ചീഫ് മാർഷലിന് ഇന്ന് രാവിലെ അക്രമം ഉണ്ടാകുന്നത്. അങ്ങനെ ആ അക്രമത്തിലാണ് ചീഫ് മാർഷലിന് കൈക്ക് പൊട്ടലേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിനിടയിൽ പലതവണ പ്രതിപക്ഷാംഗങ്ങളും ഒപ്പം തന്നെ വാച്ച് ആൻഡ് വാർഡുമാരും തമ്മിലുള്ള സംഘർഷം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയുള്ള സംഘർഷത്തിനിടയിൽ ഒക്കെയാണ് പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായത്. നേരത്തെ MLA-മാർക്ക് ഉൾപ്പെടെ പരിക്കേൽക്കുകയും M വിൻസെന്റിന്റെ ബോധക്ഷയം ഉണ്ടാവുകയും ചെയ്തു എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് തന്നെ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ വാച്ച് ആൻഡ് വാർഡുമാരും പ്രതിപക്ഷാംഗങ്ങളും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള മൊത്തം അനിഷ്ട സംഭവങ്ങൾ കണക്കിലെടുത്താണ് നിലവിൽ സസ്പെൻഡ് ചെയ്യാനുള്ള പ്രമേയം അവതരിപ്പിച്ചത് MP രാജേഷ്. അതിന് സ്പീക്കറുടെ അനുമതി നൽകുകയും ഒപ്പം തന്നെ സഭ വിജിൻ, എന്ന് വരെയാണ് ഈ സസ്പെൻഷൻ?
ഈ സമ്മേളന കാലപരിധി തീരുന്നതുവരെയാണ് സസ്പെൻഷൻ എന്നുള്ളതാണ് പ്രമേയത്തിൽ പറയുന്നത്. അതായത് നാളെ കൂടിയാണ് നിലവിൽ സമ്മേളനം പൂർത്തിയാകേണ്ട ദിവസം, നാളെ കൂടിയാണ് സമ്മേളനത്തിന്റെ കാലാവധി എന്ന് പറയുന്നത്. അത് ഒരുപക്ഷെ ഇന്ന് വെട്ടിച്ചുരുക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. കാരണം പ്രതിപക്ഷം സഭയ്ക്കകത്താകെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുകയാണ്. സഭാ നടപടികൾ സുഗമമായി നടത്തിക്കൊണ്ടുപോകാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാനായി ബഹുമാനപ്പെട്ട സ്പീക്കർ വിളിച്ച യോഗം പോലും ബഹിഷ്കരിക്കുന്ന അസാധാരണ സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം വനിതകളടങ്ങുന്ന സുരക്ഷാ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്യുകയുണ്ടായി. സഭയുടെ സുഗമമായ നടത്തിപ്പിന് തുടർച്ചയായി തടസ്സം സൃഷ്ടിക്കുകയും ചെയറിന്റെ മുഖം മറയ്ക്കുന്ന തരത്തിൽ ബാനറുകൾ പ്രദർശിപ്പിക്കുകയും ചെയറിന്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് സഭയുടെ അന്തസ്സിന് നിരക്കാത്തതും പ്രകോപനപരമായതുമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തു. തുടർച്ചയായി നടത്തിവരുന്ന അക്രമ പരമ്പരയുടെ ഭാഗമായി ഇന്ന് സഭാ നടപടികൾ ആരംഭിച്ചതു മുതൽ പ്രതിപക്ഷാംഗങ്ങൾ കൂടുതൽ പ്രകോപിതരായി ചെയറിനു നേരെ ആക്ഷേപാംഗ്യങ്ങൾ കാണിക്കുകയും സഭയെ ഒന്നാകെ പരിഹസിക്കുകയും ചട്ടപ്രകാരം മാത്രം സഭയിൽ പ്രവർത്തിപ്പിക്കേണ്ട ബെൽ പലതവണ അനധികൃതമായി പ്രവർത്തിപ്പിക്കുകയും മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തതിനു ശേഷം ചെയറിന്റെ ഡയസിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുകയും അത് തടയാൻ ശ്രമിച്ച സുരക്ഷാ ജീവനക്കാരെ ശാരീരികമായി ആക്രമിക്കുകയും ചെയ്തിരിക്കുന്നു. തൽഫലമായി നിയമസഭാ ചീഫ് മാർഷൽ ശ്രീ ഷിബുവിന്റെ വലത് കൈക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന് ശസ്ത്രക്രിയ ആവശ്യമാണെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. പ്രതിപക്ഷാംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത അച്ചടക്ക ലംഘനത്തെ ഈ സഭ ശക്തമായി അപലപിക്കുന്നു. ഇപ്രകാരം സഭാ ചട്ടങ്ങളും നടപടിക്രമങ്ങളും കീഴ്വഴക്കവും ചെയറിന്റെ നിർദ്ദേശങ്ങളും ലംഘിച്ചുകൊണ്ട് സഭയുടെ സുരക്ഷാ ചുമതലയുള്ള ചീഫ് മാർഷലിനെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തത് മൂലം ശ്രീ റോജി എം ജോൺ, ശ്രീ എം വിൻസെന്റ്, ശ്രീ സനീഷ് കുമാർ ജോസഫ് എന്നീ നിയമസഭാംഗങ്ങൾ സഭയുടെയും സഭാധ്യക്ഷന്റെയും പ്രത്യേക അവകാശങ്ങൾ ലംഘിച്ചതായി ഈ സഭ വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിൽ ശ്രീ റോജി എം ജോൺ, ശ്രീ എം വിൻസെന്റ്, ശ്രീ സനീഷ് കുമാർ ജോസഫ് എന്നീ നിയമസഭാംഗങ്ങളെ കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിൽ അനുബന്ധം 2 ചേർത്തിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങളിലെ ചട്ടം 53F പ്രകാരം സഭയുടെ നടപ്പ് സമ്മേളനത്തിന്റെ ശേഷിക്കുന്ന കാലയളവിൽ സഭാംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഈ സഭ തീരുമാനിക്കുന്നു എന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു. യെസ്, ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ഇവിടെ അവതരിപ്പിച്ച പ്രമേയത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ? പ്രമേയം സഭ ഐക്യകണ്ഠേന പാസാക്കിയിരിക്കുന്നു. ഓർഡർ നിയമനിർമ്മാണം സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സർവകലാശാലയുടെ കീഴിലെ സർവീസുകൾ മന്ത്രി എം പി രാജേഷാണ് ഈ 3 പേർക്കെതിരെയും നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത്. അതിൽ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. വനിതാ വാച്ച് ആൻഡ് വാർഡിനെ കയ്യേറ്റം ചെയ്തു, ചെയറിന്റെ മുഖം മറച്ചുകൊണ്ട് ബാനർ വെച്ചു, ഒപ്പം തന്നെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തി, പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചു, മുഖ്യമന്ത്രിക്കെതിരെ പാഞ്ഞെടുത്തു, അങ്ങനെയുള്ള ആരോപണങ്ങൾ കൂടിയാണ് അതിൽ ഉന്നയിക്കുന്നത്. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. വിജിൻ,